Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി കസ്റ്റർഡ് ഡെസേർട്ട് ആണ്. അത് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നത് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ 1 ലിറ്റർ പാല് ചൂടാവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അത് ഓപ്ഷനിലാണ്, കുറച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അതിനിടയിൽ ഞാൻ എന്താ പറഞ്ഞാൽ 5 ടീസ്പൂൺ ഞാൻ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട കൂടാതെ മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇപ്പൊ ഞാൻ കട്ട കൂടാണ്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പാല് തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം അങ്ങനെ തിളച്ചോടെ ഇളക്കിക്കൊണ്ടിരിക്കുക. 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് കസ്റ്റർഡ് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യരുത്. പിന്നെയും 2-3 മിനിറ്റ് നേരം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല കുറച്ച് തിക്കായിട്ട് വരും. അപ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായി തണിയാൻ വേണ്ടി വെച്ചു കൊടുക്കണം. അപ്പോൾ തിക്കായിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തു. തണിയാൻ വേണ്ടി വെച്ചു കൊടുക്കുക. ഞാൻ 2 പാത്രത്തിലേക്കായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റർഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനത് അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ ഇട്ടതിന് ഞാൻ അതിലേക്ക് തണിഞ്ഞതിന് ശേഷം 1 കപ്പ് ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 കപ്പ് ഉറുമാമ്പഴം പോമോഗ്രാനൈറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ പഴുത്ത പഴമാണ് 1 കപ്പ് ഇട്ട് കൊടുത്തു. നല്ല ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തു 1 കപ്പ്. പിന്നെ വെളുത്ത മുന്തിരി ഞാൻ 1 കപ്പ് ഇട്ട് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ അതുപോലെ പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട ഫ്രൂട്ട്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് തണുപ്പിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കാം. പിന്നെ ചെയ്യാനുള്ളത് വെച്ചാൽ ഞാനിപ്പോൾ കസ്റ്റേർഡ് ഐസ്ക്രീം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പം നല്ല കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റ് കൂടിയ ഡെസേർട്ടാണ് ഇത്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. കമന്റ് ബോക്സിൽ കമന്റ് അയക്കണം. നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പോമോഗ്രാനൈറ്റ് കൊണ്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മുടെ ഡെസേർട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കസ്റ്റേർഡ് ഐസ്ക്രീം ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണാം. പിന്നെ എല്ലാവർക്കും ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.